അതേ, എനിക്കിപ്പോൾ ചോറിനണം, പക്ഷെ ഇവിടെ കറികളൊന്നുമില്ല. അങ്ങനെയുള്ളവർ എന്തേ ഒരു തക്കാളി എടുത്തിട്ട് പോരേന്നേ. അങ്ങനെയല്ല, ഒരു വഴിക്ക് പോവല്ലേ, അപ്പോൾ തക്കാളിക്ക് കൂട്ടായിട്ട് ഒരു സബോളേനെ ഇച്ചിരി പച്ചമുളകിനൊക്കെ എടുത്തോ. എന്നിട്ട് ദേ ഇതുപോലെ ചെറുതാക്കി എരിയുക. ഇനി നിങ്ങൾക്ക് ചെറുതാക്കി എരിയാൻ മടിയാണെങ്കിൽ ഇച്ചിരി വലുതാക്കി എരിഞ്ഞോ, പക്ഷെ പെട്ടെന്ന് ആവണമെങ്കിൽ ചെറുതാക്കി എരിയണം കേട്ടോ. എന്നിട്ട് ദേ ഒരു ചീഞ്ചട്ടി വയ്ക്കുക, ഓയിൽ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. ഇനി കടുക് പൊട്ടിക്കാൻ മടിയാണെങ്കിൽ പൊട്ടിക്കണ്ട, പക്ഷെ എനിക്ക് കടുക് പൊട്ടിക്കാനൊരു സാറ്റിസ്ഫാക്ഷനാണ്, അത് കാരണം കൊണ്ടാണ് ഞാൻ പൊട്ടിച്ചത്. അതിന് ശേഷം ഒക്കെ കൂടി അങ്ങ് വാരിയിടുക. ഒന്ന് ആദ്യം ഇടുക, രണ്ടാമത് ഇടുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. മടിയാണ് മുഖ്യം. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വാരി ഇടുക. അതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ഇടുക. ഉപ്പിടാൻ മറക്കല്ല കേട്ടാ. എല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി അതിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ തള വന്നു തുടങ്ങുമ്പോൾ ആ തക്കാളി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക, ഒന്ന് ഇളക്കുക, അടച്ച് വെക്കുക. കഴിഞ്ഞു. ഇത്ര ഉള്ള കാര്യം. വെന്ത് കഴിയുമ്പോൾ ആ ചീഞ്ചട്ടിയിലേക്ക് തന്നെ നിങ്ങൾ വേണമെങ്കിൽ ചോറിട്ടുണ്ടോ, അത്രയും അടിപൊളി ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചാറൊക്കെ പറ്റും. അല്ല, ഇതിൽ കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ആവുന്നതിന് മുന്നേ തന്നെ അവസാനിപ്പിക്കുക. അടിപൊളി ടേസ്റ്റാണ് ഇത്. ഞാൻ ഈ റെസിപ്പീനെ കാണുമ്പോൾ കുറച്ചും കൂടി വിപുലീകരിച്ച രീതിയാണ്, പക്ഷെ നമ്മുടെ മടി എല്ലാത്തിനും അങ്ങ് വെട്ടി കുറയ്ക്കുമല്ലോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ വരെ എത്തിച്ചു. ഇനി ഇതിലും കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഒരു കോംപ്രമൈസും ഇല്ല. എനിക്ക് ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. നമുക്ക് ഒട്ടും സമയമില്ല എന്ന് തോന്നുമ്പോൾ ഇതുണ്ടാക്കിയിട്ട് ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.